ഗുഡ് ഈവനിങ് ഓൾ. ഡെയിലി മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വീണ്ടും ഒരു ന്യൂ ATH നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ബോറിംഗ് ഡേ, അതായത് വീണ്ടും ഒരു സൈഡ് വേസ് മാർക്കറ്റിലേക്കാണ് ഇന്ന് വീണ്ടും വന്നേക്കുന്നത്. ആൻഡ് അതായത് നമ്മൾ ഓൾറെഡി ഇന്നലെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, നമുക്കൊരു ഹൈ എടുത്തിട്ട് ഒരു ലോ എടുത്തിട്ടാണ് മാർക്കറ്റ് പോകുന്നതെന്ന്. അപ്പോൾ ഏകദേശം ആ ഒരു ലെവലിൽ തന്നെയാണ് പോയേക്കുന്നത്. പക്ഷേ കുറച്ചും കൂടി ഒന്ന് കൺഫ്യൂസൊക്കെ ചെയ്ത് അത്യാവശ്യം എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ വീണ്ടും ഫാള് വരുമെന്ന് തോന്നിക്കുക, അതിനുശേഷം പിന്നെ ഒന്ന് തിരിച്ച് കയറുമെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് മാർക്കറ്റിൽ മാക്സിമം ഈ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടവരാണ്. ഓൾറെഡി നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു, അത് അത്രയും സ്ലോ ആയിട്ടാണ് മാർക്കറ്റ് റൺ ചെയ്യുന്നത്. ഈവൻ ന്യൂ ATH ക്രിയേറ്റ് ചെയ്തിട്ടും നമുക്ക് ഈ പറഞ്ഞ മാതിരി നല്ലൊരു മൂവ് അവിടെ നിന്ന് കിട്ടുന്നില്ല. മീൻസ് അവിടെ നിന്ന് പിന്നെയും താഴേക്ക് വരുന്നു. അപ്പോൾ നമ്മൾ താഴെ വന്നിട്ട് അതിൻ്റെയും മൂവില്ല, പിന്നെയും മേളിലേക്കുള്ള ഒരു കൺസോൾട്ടേഷനിലേക്ക് പോവുക. കൃത്യമായിട്ട് തന്നെ ഞാൻ ടെലിഗ്രാമിൽ ഓൾറെഡി നമ്മൾ ഇത് വരച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഡിമാൻഡ് സോണിൻ്റെ അവിടെ നിന്നാണ് നമുക്കൊരു പുൾ ബാക്ക് കിട്ടിയത് ആൻഡ് ഒരു സിങ് ഹൈ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി രാവിലത്തെ മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കണ്ടിന്യൂവേഷൻ ക്യാൻഡിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക, ഒരു ഗ്യാപ്പ് ഫില്ലാവാനുണ്ട്. ബട്ട് ഗ്യാപ്പും ഫില്ല് ചെയ്തില്ല എന്നുള്ളത് വേറൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ആഫ്റ്റർ ഫില്ലിങ് ദ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണെങ്കിൽ ഒരു അപ്സൈഡിലേക്കുള്ള മൂവിന് വേണ്ടി എക്സ്പെക്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഗ്യാപ്പും ഫില്ല് ചെയ്തില്ല. അവിടെ നമുക്ക് ഒരു ഡിമാൻഡ് സോണിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് അങ്ങനെ നിന്ന്, അതോടൊപ്പം നോക്കണമെങ്കിൽ മീൻസ് CPRൻ്റെ ഒരു സെൻട്രൽ പിവറ്റ് ഉണ്ടായിരുന്നു. അവിടെയും ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് ഒന്ന് നിൽക്കുന്നത്. ഈവൻ നമുക്കൊരു ഹയർ വാല്യൂ CPR ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഇന്നലത്തെ CPR വെച്ച് നോക്കുമ്പോൾ ഒരു ഹയർ വാല്യൂ CPR നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. ബട്ട് CPRൻ്റെ റേഞ്ച് വെച്ച് നോക്കിയാൽ കുറച്ച് കൺസോൾട്ടേഷൻ ആവാനുള്ള ചാൻസ് അവിടെ ഉണ്ടായിരുന്നു. ബിക്കോസ് ഇന്നലത്തെ റേഞ്ചിനേക്കാളും കുറച്ചും കൂടി വലിയ റേഞ്ചിലുള്ള CPR ആണ് ഇന്ന് ഫോം ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ മാർക്കറ്റ് ഇന്നലെ ഡൗൺ സൈഡിൽ ഓപ്പണായി, ഇന്ന് ഹൈ സൈഡിൽ ഓപ്പണായി. ബട്ട് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് പിന്നെ വന്നൊരു പുൾ ബാക്ക് ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു മേളിലേക്ക് പ്രതീക്ഷിക്കായിരുന്നു. ബട്ട് ഇന്ന് നമുക്ക് ഗ്യാപ്പും ഫില്ലിങ് ഫുള്ളായിട്ട് നടന്നിട്ടില്ല. CPR മാറ്റണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. ഇവിടെ നമുക്ക് ഡിമാൻഡ് സോണിനും കളയാം. ഓൾറെഡി ഓക്കെ, ഈ ഒരു ഗ്യാപ്പായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അതായത് ഇത്രയും വലിയൊരു ഗ്യാപ്പാണ് നമുക്ക് ഫോം ചെയ്ത് വന്നത്. ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു 70% ഫില്ലായെന്ന് പറയാം. ബട്ട് കുറച്ചധികം നമുക്ക് വീണ്ടും ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് തന്നെയാണ് നിഫ്റ്റിയിൽ നിന്ന് ബാക്ക് ചെയ്തത്. ഈവൻ ബാങ്ക് നിഫ്റ്റിയിൽ പക്ഷേ അത്യാവശ്യം ഗ്യാപ്പും ഫില്ല് ചെയ്ത് കുറച്ചൊന്ന് താഴേക്ക് ബാങ്ക് നിഫ്റ്റി ഒന്ന് പോരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് മാർക്കറ്റിൽ സംഭവിച്ചത്. ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു, ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അപ്സൈഡ് പ്രതീക്ഷിക്കാമെന്നുള്ളത്. ബട്ട് ഇന്ന് ഗ്യാപ്പും ഫില്ല് ചെയ്തില്ല, അപ്സൈഡും ഉണ്ടായില്ല, സൈഡ് വേസ് മാർക്കറ്റിൽ പോവുകയും ചെയ്തു. അപ്പോൾ ഒരു ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യാൻ എനിക്കും കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ മാർക്കറ്റിലുണ്ടായിരുന്നു. ആൻഡ് കോൾ ബട്ടർഫ്ലൈ അടിപൊളിയായിരുന്നു, 23,400 ഉള്ളത്. പക്ഷേ ഈ പറഞ്ഞ മാതിരി എല്ലാ ദിവസവും നമുക്ക് നമ്മുടെ ഒരു വ്യൂ അനുസരിച്ചും കൂടി കിട്ടണമായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു എന്താ പറയുക, പിന്നെ ഒരു 11:30 ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് റിവാർഡ് വളരെ കുറവായി പോകും. ഓൾമോസ്റ്റ് ഒരു 10 to 10:30 ഇടയിൽ വേണം നമുക്ക് ആ ഒരു കോൾ ബട്ടർഫ്ലൈയിലാണെങ്കിലും കയറാനുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ അതിനു വേണ്ടി നിന്നില്ല. ബിക്കോസ് മാർക്കറ്റിൽ ഒരു കറക്റ്റ് എക്സാക്റ്റ് ഒരു വ്യൂ കിട്ടാൻ എല്ലാവരും ബുദ്ധിമുട്ടണ മാതിരി തന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നമ്മൾ കുറച്ച് പോയിൻ്റ് പറഞ്ഞിട്ടുണ്ട്. ആ പോയിൻറ്റ്സിൽ വന്നതനുസരിച്ച് നമുക്ക് എന്താക്കാം, ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇന്ന് നമുക്ക് വേറെ പോയിൻ്റ് കാര്യങ്ങളൊന്നും വന്നില്ല. സൈഡ് വേസ് മാർക്കറ്റായിരുന്നു. മീൻസ് അതിന് വേറെ ഒന്നും ചെയ്തില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വ്യൂ ഒക്കെ പറഞ്ഞാൽ. അത്യാവശ്യം നമ്മൾ ടെലിഗ്രാം ചാനലിൽ പറഞ്ഞ മാതിരി സ്ലോലി ഫിൽ ദ ഗ്യാപ്പും ഡിമാൻഡ് സോണിൽ നിന്ന് സപ്പോർട്ട് എടുത്തതും എല്ലാം ഞാൻ പറഞ്ഞു. ഈവൻ CPR മാത്രമാണ് ഒരു അധികം ഡീറ്റെയിലേക്കൊന്നും പോവാത്തത്. ബിക്കോസ് എല്ലാം കൂടി പറഞ്ഞ് നമ്മൾ ഇന്നലെ പറഞ്ഞ മാതിരി എല്ലാം കൂടി പറഞ്ഞൊന്ന് മിക്സ് ആക്കണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. ആൻഡ് ഇന്നലെ ഒരുപാട് പേര്, പ്രത്യേകിച്ച് മനീഷ്, നമുക്ക് നല്ലൊരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സപ്പോർട്ട് മീൻസ് മെസ്സേജൊക്കെ ഉണ്ടായിരുന്നു, കമൻ്റ് ഉണ്ടായിരുന്നു. മീൻസ് ഈ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ടൈം കാര്യങ്ങളൊക്കെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്നാലും നമുക്ക് നോക്കാം, നല്ലൊരു വരും ദിവസങ്ങളിൽ നല്ലൊരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ട് നോക്കാം. പിന്നെ അതുപോലെ തന്നെ അബ്ജിത്ത് നല്ല ഒരു മെസ്സേജ് തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇവരെല്ലാവരും സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ആൻഡ് പ്രത്യേകിച്ച് അനീഷ് ബ്രോ ഉണ്ട്.
അപ്പോൾ അവർക്കെല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അവരുടെ നല്ല മെസ്സേജ് കാണുമ്പോഴും നമുക്ക് ഈ പറഞ്ഞ മാതിരി കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോയി ഓരോ ദിവസവും മാർക്കറ്റിനെ കുറച്ച് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്, എന്തുകൊണ്ട് ഇന്ന് സൈഡ് വൈസ് ആയി എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. വൺസ് അതിങ്ങനെ ഫില്ല് ആണെങ്കിൽ നമുക്കൊരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റ് വന്നേനെ എന്നുള്ള കാര്യങ്ങളും കൂടി നമുക്ക് അങ്ങനെയാണല്ലോ. നമുക്ക് എന്താണ് മാർക്കറ്റിനൊന്ന് അനാലിസിസ് ചെയ്താൽ അടുത്ത ദിവസവും നമുക്ക് എന്തൊക്കെയാണ് നമുക്കും ഒന്ന് അനാലിസിസ് ചെയ്യാൻ പറ്റാവുന്ന കുറച്ചും കൂടി ഒരു എളുപ്പം ആകും എന്ന് വിചാരിച്ചാണ് ഞാനും ഈ പറഞ്ഞ അതിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഒന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അതിനനുസരിച്ച് നിങ്ങൾക്കും മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. മീൻസ് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഡേയിലേക്കുള്ള അനാലിസിസിലേക്ക് നോക്കാം. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, നമുക്കൊരു ഹൈ ലോ തന്നെ ഒരു 1 hour ടൈം ഫ്രെയിമിലൊക്കെ, മീൻസ് 5 minutes നോക്കുമ്പോൾ ഭയങ്കര അതിൻ്റെ ഇടയിൽ കുറേ ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ 1 hour ഈവൻ 4 hourലാണെങ്കിലും ഒരു ഹൈ ലോ എടുത്ത് തന്നെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ലോ എടുക്കണതും ഹൈ എടുക്കണതൊക്കെ ഒരു സൈഡ് വേസിൻ്റെ രീതിയിലാണെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഇന്നും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിന് ശേഷം ഒരു സൈഡ് വേസിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് മെയിനായിട്ട് നോക്കേണ്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ട്രെൻഡ് ലൈനാണ്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈനിനെ ഒന്ന് നോട്ട് ചെയ്തേക്കുക. അപ്പോൾ ഈ ട്രെൻഡ് ലൈനിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു ബ്രേക്കൗട്ട് കിട്ടുമോ, താഴേക്കുള്ള ഒരു ബ്രേക്കൗട്ട് കിട്ടുമോ എന്നുള്ള കാര്യം ശ്രദ്ധിച്ച് തന്നെ പോവുക. അപ്പോൾ ഇതൊരു ഫാളിംഗ് ബ്രിഡ്ജ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു പ്രൈസ് ആക്ഷൻ വെച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഫാളിംഗ് ബ്രിഡ്ജാണ്. അപ്പോൾ ഈ ഒരു ഫാളിംഗ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നമുക്ക് വൺസ് ബ്രേക്കൗട്ട് കിട്ടിയാൽ താഴേക്ക് പോകാൻ ചാൻസ് ഉള്ള ഹൈ ഉള്ള ഒരു ബ്രിഡ്ജാണ്. ഈവൻ നമുക്കിത് ഫോം ചെയ്യുന്നത് തന്നെ എന്താണ് മേളിലാണ്, അതായത് ഓൾ ടൈം ഹൈൻ്റെ അടുത്താണ്. വൺസ് ഈ ഒരു ബ്രിഡ്ജ് മീൻസ് ഫോൾ ആവണ വരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് കുറച്ചും കൂടി ഈ സൈഡ് വേസ് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള ട്രാപ്പിൽ പെടാണ്ട് കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധിക്കണമെങ്കിൽ ഈ ഒരു സൈഡ് വേസ് മാർക്കറ്റിനെ നമുക്കൊന്ന് ഫോളോ ചെയ്ത് തന്നെ വേണം പോകാൻ. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അതാണ് മെയിനായിട്ട് നിഫ്റ്റിയിൽ നമുക്ക് പറയാനുള്ളത്. ഈവൻ 1 hour ടൈം ഫ്രെയിമിൽ വെച്ചായിട്ടാണെങ്കിലും ഈ ഒരു ബ്രിഡ്ജിനൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഇനി OA അനാലിസിസിൽ ഇന്ന് നിഫ്റ്റിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവില്ല. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, നിഫ്റ്റിയുടെ ഇനി നെക്സ്റ്റ് വീക്ക് OA ചെക്ക് ചെയ്യുമ്പോൾ 20th June. ഓക്കെ, സ്റ്റിൽ നമുക്ക് എന്താ പറയുക, ഒരു കോൾ ആൻഡ് പുട്ട് അൺവൈൻഡിങ് ആണ് കാണിക്കുന്നത്. ഓക്കെ അപ്പോൾ 20th Juneലാകുമ്പോൾ എന്താ നമുക്ക് 23,400 ഒരു സ്ട്രാഡൽ ഫോർമേഷൻ കാണാൻ കഴിയുന്നുണ്ട്. പുട്ട് റൈറ്റിംഗ് അത്യാവശ്യം ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. ഈവൻ PCR കുറച്ചും കൂടി ഇൻഡിക്കേറ്റ് ചെയ്യണത് 0.9 അടുത്ത് വന്നിട്ടുണ്ട്. ഈവൻ ഒരു ലാർജ് കുറച്ചും കൂടി വൈഡ് CPR നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്, ഓക്കെ, കുറച്ച് ലാസ്റ്റ് കോൾ ബിൽഡ് ചെയ്തേക്കണം, ഹയസ്റ്റ് കോൾ ബിൽഡ് ചെയ്തേക്കണം 24,000 ആണ്. 23,500 പുട്ട് റൈറ്റിംഗ് വരുന്നുണ്ട്. കുറച്ച് പുട്ട് റൈറ്റിംഗ് ഒക്കെ ആദ്യമായിട്ട് നിൽക്കുന്നുണ്ട്. 23,400 പുട്ട് റൈറ്റിംഗ് കയറി വരുന്നു. കുറച്ചൊന്ന് ഒരു ബുള്ളിഷ് സൈഡിലേക്ക് വന്നിട്ടുണ്ട്. 0.9 അടുത്തൊരു PCR കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു പോസിറ്റിവിറ്റി കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് നോക്കാം. മീൻസ് ഇതുപോലുള്ള മാർക്കറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലോ ഈ ഒരു ലെവൽ. അപ്പോൾ ആ ലെവലിൽ വെച്ചിട്ട് തന്നെ നോക്കാം. ഈവൻ PCR നമുക്ക് കുഴപ്പമില്ല, മീൻസ് കുറച്ച് പുട്ട് റൈറ്റിംഗ് കയറി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഏരിയ സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസ് ഹൈ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിൽ വെച്ചിട്ട് ഒന്ന് നോക്കുക. ആൻഡ് ഒരു കാര്യം കൂടി, നമുക്കൊരു 1 week ടൈം ഫ്രെയിമും കൂടി ഒന്ന് നോക്കാം. 1 week ടൈം ഫ്രെയിമിൽ നമുക്ക് ഇതൊന്ന് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, 1 week ടൈം ഫ്രെയിമിൽ വെച്ച് നോക്കുമ്പോൾ ഈ ലാസ്റ്റ് വീക്ക് മീൻസ് ഒരു ഈവൻ്റ് വീക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്യാൻഡിലാണ്, ഒരു ഹാങ്ങിങ് മാൻ ടൈപ്പ് ക്യാൻഡിലാണ്. അതിനുശേഷം നമുക്ക് ഇപ്പോൾ ഒരു ഗ്രീൻ ക്യാൻഡിൽ പോലെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതൊരു ഗ്രീൻ ക്യാൻഡിൽ ഫില്ലാവണമെങ്കിൽ മാക്സിമം നെക്സ്റ്റ് വീക്ക് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാനുള്ള ചാൻസ് അവിടെയും ഹൈ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. നോക്കാം. ബിക്കോസ് നല്ലൊരു ഓൾ ടൈം ഹൈയിലേക്ക് തന്നെ പോവാണ്. ഹാങ്ങിങ് മാൻ കഴിഞ്ഞിട്ട് നേരെ മേളിലേക്ക് വരുന്ന ഒരു ബുള്ളിഷ് ക്യാൻഡിൽ നമുക്ക് നാളെ എവിടെ ക്ലോസ് ആവുന്നു. അപ്പോൾ നാളത്തെ ക്ലോസിങ് കുറച്ചൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ റെഡ് ക്ലോസിങ് ആണെങ്കിൽ, അതായത് ബിയറിഷ് ക്ലോസിങ് ആണെങ്കിലും
നമുക്ക് വേണമെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്ക് പോകാനുള്ള ചാൻസ് ഹൈ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നാളത്തെ ക്ലോസിംഗ് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെക്കുക. ഈവൻ വീക്ക്ലി ടൈം ഫ്രെയിമിൽ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് നോക്കിയേക്കാം. ഈവൻ നാളെ ഞാൻ എന്തായാലും ചാനലിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സ്പെസിഫൈ ഒരു ക്ലോസിംഗ് കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ചാനലിലൂടെ ടെലിഗ്രാം ചാനലിൽ അത് മെസ്സേജായിട്ട് വിടാം. അപ്പോൾ അതാണ് നിഫ്റ്റിയുടെ അനാലിസിസിലുള്ളത്. ആൻഡ് ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കണമെങ്കിൽ ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടി ഒരു സപ്പോർട്ടൊക്കെ എടുത്തിട്ട് കുറേ നേരം ഒന്ന് ഹോൾഡ് ചെയ്തായിരുന്നു. ഡിമാൻഡ് സോണിലൊക്കെ തന്നെ സൈഡ് വേസ് മൂവ് തന്നെയായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായത്. ബട്ട് കുറച്ച് ഒരു ലോ ഒക്കെ എടുത്തൊന്ന് താഴേക്ക് വന്ന മീൻസ് എന്താ പറയുക, ഒരു സ്ലൈറ്റ്ലി ഒരു ബിയറിഷ് ആയിട്ടുള്ള കുറച്ചും കൂടി നിഫ്റ്റിനേക്കാളും കുറച്ചും കൂടി ഒരു ബിയറിഷ് ഔട്ട്ലുക്കായിരുന്നു ഇന്ന് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായത്. ഇവൻ ബാങ്ക് നിഫ്റ്റി ഒന്നും ഒരു ന്യൂ ഹൈ ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ബാങ്ക് നിഫ്റ്റി ഓൾറെഡി ഓൾ ടൈം ഹൈൻ്റെ അടുത്തൊന്നും അല്ല നിൽക്കുന്നത്. എന്നാലും നമുക്ക് എന്താ പറയുക, ഒരു ഇന്നലത്തെ ഹൈ പോലും ബാങ്ക് നിഫ്റ്റി ടെസ്റ്റ് ചെയ്തിട്ടില്ല. ഇവൻ ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടി വീക്ക്, അതായത് കുറച്ച് വീക്കായിട്ട് തന്നെയാണ് താഴേക്ക് വന്നത്. ഇവൻ ഡിമാൻഡ് സോണിൻ്റെ അവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുത്തിട്ട് ലാസ്റ്റ് ഒന്ന് മീൻസ് ഒരു ക്ലോസിങ് തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു അനാലിസിസിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി ഒരു 4 hour ടൈം ഫ്രെയിമിൽ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം ഒന്ന് നോക്കാം. 4 hour ടൈം ഫ്രെയിമിൽ ബാങ്ക് നിഫ്റ്റിയും ഓൾമോസ്റ്റ് ആ ഒരു ലെവലിൽ തന്നെയാണല്ലോ, ഒരു ഹൈ ലോ ദെൻ പിന്നെ നമുക്ക് ഇന്നൊരു ഹൈ വന്നിട്ടില്ല. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഈ ഒരു കൺസോൾട്ടേഷൻ സോണിലാണെന്ന് തന്നെ പറയാം. അതായത് ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു കൺസോൾട്ടേഷൻ സോൺ. ഇന്ന് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടാൻ, അതായത് ബ്രേക്ക് ഔട്ടിന് വേണ്ടി ഒന്ന് ശ്രമിച്ചു. ബട്ട് ഇന്നും നമുക്ക് നല്ലൊരു ബ്രേക്ക് ഔട്ടൊന്നും കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് എന്താക്കി, വീണ്ടും ബാങ്ക് നിഫ്റ്റി ആ ഒരു ലെവലിൽ കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ആ ഒരു ലെവലിൽ. അപ്പോൾ നോക്കുക, ഇവിടെ നിന്നുള്ള ബ്രേക്ക് ഔട്ട് കാര്യങ്ങളൊക്കെ ബാങ്ക് നിഫ്റ്റി ഈ ഒരു സോണിൽ നിന്ന് എപ്പോഴാണ് ബ്രേക്ക് ഔട്ട് ചെയ്യുക എന്നുള്ളത് നോക്കുക. ഇവൻ 1 day ടൈം ഫ്രെയിം വെച്ച് നോക്കിയാലും നമുക്ക് ഓൾമോസ്റ്റ് ആ ഒരു ഇതൊക്കെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയും തരുന്നത്. 3 ദിവസത്തെ ഇൻഡിസിഷൻ ക്യാൻഡലിന് ശേഷം ഇന്നൊരു ബിയറിഷ് എൻഗൾഫിങ് ക്യാൻഡിൽ ഇന്നലത്തെ ഫുള്ള് ഇന്ന് കവർ ചെയ്തിട്ടുമില്ല അല്ലേ. അപ്പോൾ ബിയറിഷ് എൻഗൾഫിംഗ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു ബിയറിഷ് ഔട്ട്ലുക്കായിട്ടുള്ള ക്യാൻഡിലാണ് ബാങ്ക് നിഫ്റ്റിക്ക് ഇന്ന് ഫോം ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഇതിൽ നിന്നൊരു കണ്ടിന്യൂവേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. ഇവൻ നമുക്ക് ലോ ഒന്നും ബ്രേക്ക് ചെയ്യാത്തതുകൊണ്ട് അവിടെ നിന്നൊരു കൺഫർമേഷൻ എടുക്കാൻ സ്റ്റിൽ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അതൊന്ന് നോക്കുക. അതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു അനാലിസിസിൽ നമുക്കത് ജസ്റ്റ് ഒന്ന് വീക്ക്ലി ടൈം ഫ്രെയിമും കൂടി നോക്കാം നാളത്തെ ക്ലോസിങ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് എന്താ കുറച്ചും കൂടി ഒരു ഹാങ്ങിങ് മാൻ പാറ്റേൺ ലുക്കാണ് തന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് ബിയറിഷ് ക്ലോസിങ് ആണെങ്കിൽ എന്തായിരിക്കും, ബാങ്ക് നിഫ്റ്റിക്ക് ഒരു നെഗറ്റിവിറ്റി കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്ലോസിങ് നാളെ ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് നേരെ മേളിലുള്ള ക്ലോസിങ് ആണെങ്കിൽ കുറച്ചൊരു പോസിറ്റിവിറ്റി വേണമെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് കാണാം. എന്തായാലും നോക്കുക, നാളത്തെ ക്ലോസിങ്ങും കൂടി ഒന്ന് മീൻസ് ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നില്ലെങ്കിൽ ഈ ഒരു വീക്ക് ഇതൊരു ഇൻഡിസിഷൻ ക്യാൻഡിൽ പോലെ, അതായത് നെക്സ്റ്റ് വീക്കായിരിക്കും ഒരു ഡയറക്ഷൻ തരാൻ പോകുന്ന ഒരു ക്യാൻഡിൽ എന്ന് തോന്നുന്നു. മീൻസ് ഈ ഒരു രീതിയിലാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നാളത്തെ മാർക്കറ്റ് ക്ലോസ് ആകുമ്പോൾ ഒരു എക്സാക്റ്റ് വ്യൂ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നാളെ എന്തായാലും പ്രീ മാർക്കറ്റ് ഷോയിൽ നമുക്ക് ഡെഫിനറ്റ്ലി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു റേഞ്ചാണ് ബാങ്ക് നിഫ്റ്റി കണ്ടിന്യൂ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ തന്നെ ഒന്ന് ബാങ്ക് നിഫ്റ്റിനെ നോക്കുക. ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ OA അനാലിസിസ് നെക്സ്റ്റ് വീക്കിലേക്ക്, അതായത് 19th February OA അനാലിസിസ് നോക്കുമ്പോൾ കോൾ അൺവൈൻഡിങ് ആണ്. കോൾ ആൻഡ് പുട്ട് റൈറ്റിംഗ് ഒക്കെ, റൈറ്റിംഗ് അല്ല അൺവൈൻഡിങ് തന്നെയാണ്. അതായത് ആ മിഡ് പാത്തിലുള്ള ഒരു കൺഫ്യൂഷൻസ് കാര്യങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. കോൾ അൺവൈൻഡിങ്, പുട്ട് അൺവൈൻഡിങ് എല്ലായിടത്തും കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഓയിലൊന്നും നമുക്കിനി ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് റീഡ് ചെയ്തെടുക്കാനില്ല. ബിക്കോസ് അൺവൈൻഡിങ് ആണ് അധികം നടക്കുന്നത്. ആൻഡ് അതോടൊപ്പം തന്നെ വിക്സും കണ്ടിന്യൂസ് ഫോളോ ആയിട്ടുണ്ട് അല്ലേ. മീൻസ് ലാസ്റ്റ് വീക്കിൽ വിക്സ് നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ഫോളോ ആയിരുന്നു. സ്റ്റിൽ നല്ല ഫോളോ ചെയ്ത് തന്നെ പോകണേ. ഇവൻ നല്ലൊരു 15 ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയിട്ടുണ്ട് വിക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ അത് നോക്കുക. അപ്പോൾ ബാങ്ക് നിഫ്റ്റിക്കും ഈ പറഞ്ഞ മാതിരി ആ ഒരു റേഞ്ച് വിട്ടിട്ട് നമുക്ക് എപ്പോൾ പുറത്ത് ചാടും എന്നുള്ള കാര്യമാണ് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ FIDA ഡാറ്റ നോക്കാം. ഇന്നലെ പ്രോൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഇന്നലെ കുറച്ചും കൂടി ഒന്ന് പോസിറ്റീവ് ഔട്ട്ലുക്ക് ഉണ്ടായിരുന്നു.
ആൻഡ് ഇന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ എഫ് ഐ എസിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ സ്ലൈറ്റ്ലി ലോങ് സ്റ്റിൽ അവരും വലിയ പൊസിഷൻസൊന്നും അവരുടെ ഭാഗത്തു നിന്നൊന്നും കാണാനും കഴിയുന്നില്ല. മീൻസ് എഫ് ഐ എസിൻ്റെ ഭാഗത്ത് നിന്നാണെങ്കിൽ ഇൻഡെക്സ് ഓപ്ഷൻസിൽ കുറച്ചും കൂടി ഒരു പോസിറ്റിവിറ്റി ഇന്ന് കാണിക്കുന്നുണ്ട് എഫ് ഐ എസിൻ്റെ ഭാഗത്ത്. ബട്ട് ഫ്യൂച്ചേഴ്സിൽ അവർ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എടുക്കുന്നുണ്ട്. അതായത് സെല്ലിങ് ഓപ്പോസിറ്റ് എന്ന് പറയാം. ബിക്കോസ് ഇന്നലെ വരെയും നല്ലൊരു സെല്ലിൽ സെല്ലിങ് കുറച്ച്. അപ്പോൾ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അവർ കുറച്ചൊന്ന് പോസിറ്റീവായിട്ടുണ്ട് ഞാൻ എഫ് ഐ എസ്. ആൻഡ് ഇനി പ്രോ നോക്കാൻ നേരത്ത് പ്രോ ലോങ്ങിലേക്ക് കുറച്ച് പുട്ടാണ് അവർ ലോങ് ചെയ്തേക്കുന്നത്. ആൻഡ് സെല്ല് നെഗറ്റിവിറ്റി കാണിക്കുന്നുണ്ട്. ലോങ് അൺവൈൻഡ് ആയിട്ടുള്ള പുട്ടും കോളും അവർ ഇന്നൊന്ന് കുറച്ചിട്ടുണ്ട്. കുറച്ച് സ്ലൈറ്റ്ലി ഒരു പോസിറ്റിവിറ്റിയാണ് അവിടെ ഉള്ളത്. ആൻഡ് സെല്ലിങ് തുടരുന്നുണ്ട്. അപ്പോൾ എഫ് ഐ എസിൻ്റെ ഭാഗത്ത് നിന്ന് ഇൻഡെക്സ് ഓപ്ഷൻസിൽ എഫ് ഐ എസ് ഒന്ന് പോസിറ്റീവായിട്ടുണ്ട്. ബട്ട് ഡി ഐ എസ് പ്രോയിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കണമെങ്കിൽ ഒരു വലിയൊരു പോസിറ്റിവിറ്റിയാണ്. ഓൾമോസ്റ്റ് ഒരു ന്യൂട്രലായിട്ടാണ് പോകുന്നത്. ആൻഡ് ഇന്ന് രണ്ടുപേരും ഇന്ന് സെല്ലിങ് നടത്തിയേക്കണേണ് ക്യാഷ് മാർക്കറ്റിൽ -3000 -500. വലിയൊരു സെല്ലിംഗ് ഒന്നും അല്ല. ബിക്കോസ് ഇന്നലെ കുറച്ച് ദിവസമായിട്ട് സെല്ലിംഗ് അത്ര നല്ല രീതിയിലൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ഇന്ന് രണ്ടുപേരും പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് പക്ഷേ എവിടെയും അനങ്ങാണ്ട് തന്നെ അങ്ങനെ നിൽക്കുന്നുണ്ടായി. ബാങ്ക് നിഫ്റ്റിയാണ് കുറച്ചൊരു ലോ കാണിച്ചത്. അപ്പോൾ അതൊക്കെയാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഓവറോൾ അനാലിസിസിൽ നമുക്ക് പറയാനുള്ളത്. ലെവൽസ് കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലെവൽസിൽ എങ്ങനെയാണ് നമുക്ക് ഈ പറഞ്ഞ മാതിരി അവിടെ നിന്നൊരു പ്രൈസ് ആക്ഷനിൽ നിന്നൊരു ബ്രേക്ക് ഔട്ട് കിട്ടുന്നത് അത് നോക്കുക. അപ്പോൾ അത് വെച്ചിട്ട് വേണം നമ്മൾ ഇനി നെക്സ്റ്റ് വ്യൂ ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ. അതോടൊപ്പം നമ്മൾ പറഞ്ഞ നമുക്കൊരു വീക്കിലി ക്ലോസിങ്ങും കൂടിയാണ് നാളെ കിട്ടുന്നത്. അപ്പോൾ നാളത്തെ വീക്ക്ലി ക്ലോസിങ്ങും കൂടി വരുമ്പോൾ എങ്ങനെയുണ്ട് ആ വീക്കിലി ക്യാൻഡിലും കൂടി നോക്കിയിട്ട് ഒരു നെക്സ്റ്റ് വീക്ക് കുറച്ച് അത്യാവശ്യം നല്ലൊരു വീക്കായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം നമുക്ക്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇനിയും നമുക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കുറച്ചും കൂടി CPRനെ പറ്റിയും കൂടി ഒന്ന് പറയണമെന്നുണ്ട്. ഞാൻ നോക്കാം. മീൻസ് അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഒന്ന് ചെയ്തിട്ട് പയ്യെ CPRും വെച്ചിട്ട് നമുക്കൊരു ഡേ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യവും കൂടി കുറച്ചൊന്ന് ക്ലിയർ ചെയ്ത് തന്നെ പറയാം. അപ്പോൾ എന്തായാലും ഒരുപാട് സപ്പോർട്ടും എല്ലാം നൽകുന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. നിങ്ങളുടെ ലൈക്ക് കാര്യങ്ങളൊക്കെ ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.